ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ദൃശ്യം 3 റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളും സിനിമയ്ക്ക് പോവുകയാണ്. 7 മണിക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇവിടെ വൈറ്റ് ഫീൽഡിന് നെക്സസ് മാളിലാണ് ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര മഴയാണ് പുറത്ത്. അതിലൊരു സന്തോഷമുണ്ട്. കാര്യം ഭയങ്കര ചൂടായിരുന്നു. പെട്ടെന്നൊരു മഴ കിട്ടിയപ്പം കുറച്ച് ആശ്വാസമുണ്ട്. പക്ഷെ എന്തു പറയാൻ, ഇതുപോലെ നമ്മൾ കാത്തിരുന്ന ഒരു സിനിമയാണ്. ദൃശ്യം ഫസ്റ്റ് കണ്ടു, സെക്കൻഡ് കണ്ടു, തേർഡ്. സിനിമയ്ക്ക് പോകാൻ ഇറങ്ങാൻ നേരം തന്നെ കറക്റ്റ് മഴ പെയ്തു. കുഴപ്പമില്ല, നമ്മൾ പോയിരിക്കും, സിനിമ കണ്ടിരിക്കും. സിനിമ കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും ഗൈസ്. നിങ്ങളും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇറങ്ങാൻ നേരം നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണേ പോയത്. മാളിലെത്തിയിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റൊക്കെ ആണ്, പക്ഷേ ഇറങ്ങിയ സമയമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ മഴയൊന്നും പെയ്യുന്നില്ല. എന്നാലും ബൈക്കിൽ വരിക എന്നൊക്കെയായിരുന്നു പ്ലാൻ. ഭയങ്കര മഴ ആയതുകൊണ്ട് ഊബറിലാണ് വന്നത്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. Suspense and shocking revelations with Drishyam 3. Travel the real world behind and let the stories take over. The greatest summer getaways are... എനിക്ക് ലാഗ് പോലെ തോന്നി. കൊള്ളാം, കണ്ടിരിക്കാനൊക്കെ കൊള്ളാം, പക്ഷെ ഭയങ്കര സ്ലോ. ഇങ്ങനെ ഇരുന്ന് നമ്മൾ കുറച്ച് ബോറടിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ സെക്കൻഡ് ഹാഫ് തെറ്റായിരിക്കും. അങ്ങനെ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ദൃശ്യം 3. എനിക്കൊരു സിനിമ കണ്ടിട്ട് അതിനെപ്പറ്റിയിട്ട് അങ്ങനെ വലുതായിട്ട് പറയാനൊന്നും അറിയത്തില്ല. സിനിമ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ ആക്ടിങ് എൻ്റെ പൊന്നോ. സത്യം പറഞ്ഞാൽ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞായിരുന്നു അതിനകത്തിരുന്നു. അൻസിബെ തല്ലുന്ന സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായിരുന്നു. ഇപ്പോഴും എൻ്റെ പൊന്നോ കുറച്ച് സീനുകളുണ്ട് അതിനകത്ത്. ലാലേട്ടൻ വന്ന് നിൽക്കുന്ന 2-3 സീനുകളുണ്ട്. ആ സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല, പുള്ളി എനിക്ക് നേരിട്ട് കാണാനൊക്കെ തോന്നി. എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ വലുതായിട്ട് പറയാനൊന്നും അറിയത്തില്ല ഗൈസ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ലാഗായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാത്തവരൊക്കെ ഉറപ്പായിട്ട് പോയി കണ്ടോളണം കേട്ടോ. പടം കണ്ടു, ഒരു ഷേക്ക് ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അത് വന്നു. ഇനി ഇത് കുടിച്ചിട്ട് വീട്ടിൽ പോകണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സിനിമ കണ്ടു, സിനിമ ഇഷ്ടപ്പെട്ടു.
അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.